ഹേ ഗൈസ്, അങ്ങനെ നീണ്ട 5 ദിവസത്തെ താമസത്തിന് ശേഷം നമ്മളിത് ഈ ഹോട്ടലിൽ വിടുകയാണ് സുഹൃത്തുക്കളെ. റൂം നമ്മള് വ്യാഴാഴ്ച വന്നതാണ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വന്നതാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ 5 ദിവസം നമ്മൾ ഇവിടെ ആയിരുന്നു കേട്ടോ. സോ നമ്മൾ എന്തിനാണ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോർച്യൂണർ ഒന്ന് മോഡിഫൈ ചേട്ടാന്ന് എടുത്തപ്പം തൊട്ട് കാർ എന്തൂസിയാസ്റ്റ് മാത്രം കേട്ടോ. നമ്മളെ വണ്ടിയെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അവരിങ്ങനെ പറയുന്നത് എനിക്കും ആദ്യം ഞാൻ കുറച്ച് നാൾ നമ്മൾ സ്റ്റോക്കിൽ ഓടിക്കണമല്ലോ. ഞാനും വിചാരിച്ചു സ്റ്റോക്കിൽ കുറച്ച് ഓടിക്കാം. പിന്നെ അന്ന് എനിക്ക് മാറ്റണം എന്നുള്ളൊരു മൈൻഡ് സെറ്റേ ഇല്ലായിരുന്നു. സ്റ്റോക്കിൽ തന്നെ കൊണ്ടു നടക്കാമെന്നായിരുന്നു. നമ്മൾ ഫുള്ള് സേഫായിട്ടുള്ള ചെറിയ മോഡിഫിക്കേഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ വളരെ വണ്ടിയിൽ ഭയങ്കര ആൾട്ടർനേഷൻ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. വണ്ടിയുടെ അതേ ലുക്കിൽ തന്നെ കുഞ്ഞു നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മോഡിഫിക്കേഷൻ മാത്രം. സോ അതിൻ്റെ ഒരു ത്വര എനിക്ക് കൂടിയത് നമ്മൾ മലേഷ്യയിൽ പോയി വന്നതിന് ശേഷം എനിക്ക് പിന്നെ വണ്ടി അങ്ങ് മോഡിഫൈ ചെയ്തോളാഞ്ഞു വയ്യ. ട്രൈ ചെയ്ത പാർട്സ് വാങ്ങിക്കൊണ്ട് വന്നാലോ ഫ്ലൈറ്റിൽ കേറ്റാത്തത് കൊണ്ടും ലഗേജ് എക്സ്ട്രാ. പക്ഷെ അവിടെ ഭയങ്കര റേറ്റ് കുറവാ. നമ്മൾ അവിടുന്ന് സാധനം പർച്ചേസ് ചെയ്താൽ നമുക്ക് ഇവിടെ വരുമ്പോൾ കസ്റ്റം ഡ്യൂട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ഇവിടത്തെ കാട്ടി വിലയാവും. അപ്പം ഞാൻ അവിടെ അലോയ്സ് ഒക്കെ തിരക്കി. അങ്ങനെ അവിടെ ഇരുന്ന് തന്നെ നമ്മൾ നാട്ടിൽ അന്ന് ഓർഡർ കൊടുത്ത് അല്ലേ. മലേഷ്യയിൽ പോയതുകൊണ്ട് ആകെ ഏട്ടൻ അതാണ് ചെയ്തത്. അതെ, മലേഷ്യയിൽ പോയപ്പോൾ വണ്ടി മോഡിഫൈ ഉള്ള ത്വര കൂടി കേസ്. അങ്ങനെ അവിടെ ഇരുന്ന് നമ്മൾ ഓർഡർ കൊടുത്തു. ഇപ്പൊ ഇന്നിപ്പോ ഓർഡർ കൊടുത്തിട്ട് എത്ര ദിവസമായി? 1 മാസം അടുപ്പിച്ച് ആവാറായിരുന്നു അല്ലെ? ഒരു 10-20 ദിവസം ആവുന്നു, അടുപ്പിക്കാവുന്നു. അപ്പോൾ നമ്മൾ എല്ലാ സാധനവും നമ്മൾ എന്തൊക്കെയാ മാറുന്നതെന്ന് ആദ്യമേ പറയാം. നമ്മൾ ടയറ്, വീല്, പിന്നെ സസ്പെൻഷൻ, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് എലമെന്റ്സ് ക്രോം എലമെന്റ്സ് ആക്കും. അത് ഇതുവരെ ആക്കിയിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് ചെയ്യുന്നത് എറണാകുളത്ത് നിന്നായിരുന്നു സസ്പെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ സസ്പെൻഷൻ കുറച്ചും കൂടി നമ്മളെ സ്റ്റിഫല്ലേ ഫോർച്യൂണറിനെ, അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ഓഫ് റോഡിനും രണ്ടിനും കേപ്പബിൾ ആവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷൻ അവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പറയാം. ഡ്രസ്സൊക്കെ നമുക്ക് എനിക്ക് വയ്യ. ലൂസായിട്ട് ചൂടല്ലേ ഇപ്പം? കൊള്ളാം. അങ്ങനെ നമ്മളെ ടയർ വീല് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് US നിന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ സസ്പെൻഷനും US നിന്ന് നേരെ അവിടെ നിന്ന് വന്ന് പിന്നെ ചെന്നൈ പോർട്ടിൽ വന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവധിയായിപ്പോയി. അങ്ങനെ കുറേ ലേറ്റായി. പിന്നെ അതേ നമ്മളിപ്പം എറണാകുളത്ത് വന്നിട്ട് വ്യാഴാഴ്ച നമ്മൾ വണ്ടി കൊണ്ട് കൊടുത്തു. ഇന്ന് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 1 ഹവറിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ആവും. പിന്നെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ച് നോക്കി സെറ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോകും ഗൈസ്. അപ്പോൾ വണ്ടി കാണാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. വണ്ടി പിന്നെ ഞാൻ ടയറും വീലും ഇടണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്നിട്ട് ഇട്ടാന്ന് പറഞ്ഞു. നമുക്ക് കാണണ്ടേ ഇടുന്ന, എനിക്ക് വീഡിയോ എടുക്കണമെന്നൊരു ആഗ്രഹം. അതുകൊണ്ട് ബാക്കി വർക്കൊക്കെ ചെയ്ത് തീർത്തിട്ട് ടയറും വീലും നമുക്കിവിടെ ചെന്നിടാം. ഫുഡ് കഴിക്കണം, ഇറങ്ങിയിട്ട് ഊബർ വരും, അങ്ങ് നേരെ വണ്ടി എടുത്ത് പോവാം. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഇടാനുള്ള ടയറും വീലും ഇതാണ് കേട്ടോ. നമ്മൾ ലെൻസോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്, US ബ്രാൻഡാണ്. പിന്നെ നമ്മൾ മാക്സിസിൻ്റെ ടയർ ഓൾട്ടറൈൻ. നമ്മുടെ വണ്ടിയുടെ കോലം കണ്ടോ ഗൈസ്. നമ്മൾ ടയറൊക്കെ അഴിച്ചിട്ടുണ്ട്. ദേ നമ്മുടെ സസ്പെൻഷനൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊഫൻഡറിൻ്റെ കിങ് സീരീസ്. സോ ഇനി നമുക്ക് നല്ല സസ്പെൻഷൻ, നല്ല കംഫർട്ടൊക്കെ ആയിരിക്കും. ഓടിച്ച് നോക്കണം ഗൈസ്. പിന്നെ വർക്ക് കഴിഞ്ഞ് കാണാം. ഈ കിടക്കുന്ന വണ്ടിയൊക്കെ നോക്കി. പക്ഷെ എൻ്റെ പിന്നെ വിൻറ്റേജ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ലെൻസ് അടിപൊളി. അപ്പോൾ നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വിചാരിച്ചു, ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. വണ്ടി വിഷയം. ഇനി ആ ഫ്രണ്ട് നമ്മുടെ ക്രോം എലമെന്റ്സും കൂടി ഒന്ന് ഡീക്രോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കൊള്ളി. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വണ്ടി. വീലൊരു രക്ഷയില്ല. വർക്ക്ഷോപ്പ് അവിടെയാണ് ഗൈസ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. എനിക്ക് വണ്ടി കിട്ടിയപ്പോൾ പിന്നെ വിശപ്പൊന്നും ഇല്ലായിരുന്നു. എനിക്ക് അങ്ങനെ വണ്ടി കിട്ടിയ പിന്നെ വിശപ്പൊന്നുമില്ല. അതെ, ഇടിയപ്പം പറഞ്ഞു, ഒരു ലഗോൺ ചിക്കൻ ബിരിയാണി പറഞ്ഞു കേട്ടോ. അമ്പൂട്ടൻ ഏതാ കഴിക്കുന്നത്? 2 കഴിക്കുന്നോ? കൊള്ളാം കേട്ടോ, നല്ല ഫുഡ്. ചിക്കൻ സ്റ്റൂ അടിപൊളി. അത് ബിരിയാണി സൂപ്പറാണ്. ചിക്കൻ ഭയങ്കര സോഫ്റ്റാണ്. പാരഗൺ സ്റ്റൈലാണ് ഇത്. പപ്പടം മാത്രമല്ല, ടയർ മാറ്റിയ വണ്ടിയുടെ ലുക്ക് അന്യായം.
ഗായ്സ് അങ്ങനെ നമ്മളെ വണ്ടി ഇത് പണിഞ്ഞ് കുട്ടപ്പനാക്കി ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിയുടെ ലുക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ മോനെ, എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെ. അലോയ് അല്ലേ? അലോയും അതിന്റെ അകത്ത് റെഡ് സാധനം എന്ന് പറയുന്നത് നമ്മുടെ സസ്പെൻഷൻ ആണ് ഗൈസ്. അപ്പൊ നോക്ക്, അമ്പൂട്ട ഇപ്പൊ നമ്മളെ ഇതിന്റെ അത്രേ ഉള്ളൂ ചവിട്ടി. ലീഗലി ഉള്ള മോഡിഫിക്കേഷൻസ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് 18 ഇഞ്ച് വീലാണ് നമ്മുടെ സ്റ്റോക്ക് വരുന്നത്. 18 ഇഞ്ച് വീല്, 18 ഇഞ്ച് ടയർ, അതേ കണക്കത്തെ സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോക്ക് വീല് 18 ഇഞ്ച് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കിടന്നിരുന്ന നോർമൽ ടയറാണ്. അതാണ് ലുക്ക് മാറിയത് ടയറിലും വീലുമാണ്. നേരത്തെ ഇത്രയും കട്ടയില്ല നമ്മളെ വീല്, കാരണം നമ്മുടെ വീല് ഹൈവേ ടയർ ആയിരുന്നു ഇട്ടിരുന്നത്. ഫോർച്യൂണർ ഓൾ ടെറൈൻ അല്ല. ഇത് ഓൾ ടെറൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈവേയിലും അതേപോലെ ഓഫ് റോഡിലും ഒരേ രീതിയിലുള്ള അടിപൊളി പെർഫോമൻസ് കിട്ടും. അത് തന്നെ മാക്സിസിന്റെ ടയറാണ്. ഇത് നമുക്ക് US ബ്രാൻഡാണ്. ഇത് നമ്മൾ മലേഷ്യ ഇരുന്നപ്പോൾ തന്നെ സാധനം ഓർഡർ ചെയ്തതാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സസ്പെൻഷൻ കണ്ടോ, ഇത് നമ്മുടെ ഇതിനകത്തൊരു ചെറിയ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് സസ്പെൻഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് പ്രൊഫൻഡറിന്റെ കിങ് സീരീസ് എന്ന് പറഞ്ഞൊരു സസ്പെൻഷൻ ആട്ടോ. ഇങ്ങോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കംഫർട്ട് യാത്ര? ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ഫോർച്യൂണർ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഭയങ്കര ബോഡി റോളും നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ചെറിയൊരു കംഫർട്ട് കുറവൊക്കെ ഉണ്ട്. കാരണം എത്രയായാലും SUV അങ്ങനെ ആണ്. പക്ഷെ നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്ക്, അടിപൊളിയാ. നിങ്ങൾ അയൺമാൻ്റെ ഇടുമ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യും. അയൺമാൻ്റെ കുറച്ച് സ്റ്റിഫാണ് സസ്പെൻഷൻ. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രൊഫൻഡറിൻ്റെയോ കുറച്ച് ഇങ്ങനത്തെ ഉള്ള സസ്പെൻഷൻസ്, കാരണം നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള, നമുക്കിതിപ്പം ഓഫ് റോഡ് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിനകത്തിപ്പോൾ എത്ര സ്റ്റേജ് ഉണ്ട്? എനിക്ക് തോന്നുന്നു ഇതിനകത്തിപ്പോൾ 8 സ്റ്റേജ് ഉണ്ട്. 8 സ്റ്റേജിൽ നമുക്ക് സസ്പെൻഷൻ ട്യൂൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമുക്ക് ഒന്നാണ് ഇട്ടിരിക്കുന്നത്. ഒന്നെന്ന് പറയുമ്പോൾ അത്രയും സോഫ്റ്റ് ആയിരിക്കും. കുറച്ച് മോശമായിട്ടുള്ള റോഡൊക്കെ പോകുമ്പോൾ ഒന്നിട്ടാ നമുക്ക് അത്രയും ബോഡി റോളും കാര്യങ്ങളൊന്നും അകത്ത് ഫീൽ ചെയ്യത്തില്ല. ബോഡി റോൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 100-ൽ 70% കംഫർട്ട് ആയിട്ടുണ്ട് വണ്ടി. അതെ, നമുക്ക് ഓഫ് റോഡ് പോകുമ്പോൾ കുറച്ച് ഹാർഡാണ് വേണ്ടത് സസ്പെൻഷൻ. അപ്പൊ നമുക്ക് ട്യൂൺ ചെയ്ത് ഒരു 5-ൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. സോ അതാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഗൈസ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് സസ്പെൻഷൻ. ഇനിയും പണിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. അതെ, നമ്മൾ താണ്ട ഈ കുറച്ച് വർക്കും കൂടി നമുക്ക് ഇതിന്റെ കുറച്ച് ഡീക്രോം കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. സോ നമ്മൾ നാളെ അല്ല മറ്റന്നാൾ നമ്മൾ വണ്ടി കൊടുക്കും. അതും കൂടി കിട്ടിയിട്ട് ഓവറോൾ വീഡിയോ ഇടാന്നും പറഞ്ഞ് ഇരുന്നത്. പിന്നെ അതെന്തായാലും ഡിലേ ആവും. നമുക്ക് സത്യം പറഞ്ഞ വണ്ടി ഇറക്കാൻ അങ്ങ് റോഡിലോട്ട് ഇറക്കിക്കോളാഞ്ഞ് വയ്യ. ഞാൻ പിന്നെ അതും കൂടി ചെയ്തിട്ട് നമ്മള് കുറച്ച് ഓടിക്കുമ്പോഴൊരു ഹരം വരത്തുള്ളൂ. എന്നിട്ടാണ് എനിക്കൊക്കെ ഓട്ടിക്കാൻ, വെറുതിലേക്ക് ഓട്ടിക്കാൻ. ഓ പോയി ഇതിന്റെ മോൻ ഇവിടെ വാടാ, പട്ടി കടിച്ചെടുത്തോണ്ട് പോ. നമ്മുടെ ഈ ലോഗോ, ഈ ഫ്രണ്ടിലെ കുറച്ച് ക്രോം എലമെന്റ്സ്, പിന്നെ താണ്ട് ഇവിടെ നമ്മളെ ഈ ഒരു ഡോർ ഹാൻഡിൽസ്, പിന്നെ ഇവിടുത്തെ കുറച്ച് ക്രോം എലമെന്റ്സ്, ബാക്കിലത്തെ ഇതെല്ലാം നമ്മൾ ഡീക്രോം ചെയ്യാനുള്ള പരിപാടിയാണ്. അതും കൂടി ചെയ്യുമ്പോഴേ വണ്ടി ഒരു സെറ്റ് ആവത്തുള്ളൂ. പിന്നെ എനിക്ക് ഈ ലെൻസോടെ ഈ ഒരു വീലിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ ഒരു നെറ്റാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. നമ്മൾ സെലക്ട് ചെയ്തേ, പക്ഷെ ഈ നെറ്റാണ് നമ്മള് ചൂസ് ചെയ്ത്. വീല് കറങ്ങുമ്പോ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സൂപ്പറാ. അപ്പൊ എന്തായാലും ഗൈസ്, എങ്ങനെയുണ്ട് വണ്ടി? വിഷയം കേട്ടോ വണ്ടി കാണാനായിട്ട്. ഇപ്പൊ അടിപൊളിയല്ലേ ഗൈസ്? സെറ്റ് കിടിലം ഗൈസ്. വണ്ടി ഭയങ്കര ഇപ്പൊ അടിപൊളി. ഡ്രൈവ് ചെയ്യാനും നല്ല കംഫർട്ടാണ്. പിന്നെ ഈ പല ടയർ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതിന്റെ തന്നെ ഇതേ സൈസിൽ നമുക്ക് ഒരു 13-14 രൂപയ്ക്ക് നമുക്ക് വേറെയും ടയറുകൾ കിട്ടും. പക്ഷെ ഇത് ഭയങ്കര ടയർ നോയ്സ് കുറവാണ്. കാരണം നിങ്ങൾ ഇത്രയും ഗ്രിപ്പ് കാണുമ്പോൾ ഭയങ്കര ടയർ നോയ്സ് എന്ന് വിചാരിക്കും. ഞാനും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഡ്രൈവ് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നേരത്തെ ടയറിന്റെ അതേ എന്തെങ്കിലും സൗണ്ട് ഉണ്ട് അകത്ത്? ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അടിപൊളി ടയറാട്ടോ ഇത്. നമ്മളെ സൂപ്പർ ടയർ. ഒരിക്കലും ഇപ്പം വണ്ടിയുടെ അടുത്ത് നിന്നപ്പോ പശുവില്ല അമ്പു വണ്ടി ഓഫ് ആയി, അല്ലെങ്കിൽ പിള്ളേരെ ഒന്നും ഇങ്ങനെ വണ്ടി എടുത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കുക. സോ ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അതാണ്ട് വണ്ടിക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത സാധനങ്ങളെല്ലാം നമ്മൾ അതേപടി എടുത്തോണ്ട് വന്നു. കാരണം ഇതിന്റെയൊക്കെ സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയായതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഇത് എന്തെങ്കിലും മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ സ്റ്റോക്കിലോട്ടാക്കണ്ടെങ്കിലും നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിന്റെ പാർട്സ് ഒക്കെ പിന്നെ തപ്പുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ മാറിയ സാധനങ്ങൾ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. വണ്ടിയുടെ ഇത്രയും സാധനങ്ങൾ നമ്മൾ മാറി. വീല് നമുക്ക് എറണാകുളത്തെ, കാരണം വീല് അന്ന് നമ്മൾ ആൾറെഡി ട്രിപ്പിലായതുകൊണ്ട് നമുക്ക് ലഗേജ് ആൾറെഡി വണ്ടിക്കകത്ത് തോനെ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. മേല് മൊത്തം അഴുക്കാവെന്ന് പറഞ്ഞു ടയറിൽ ഇത് പറ്റി. നിങ്ങൾ വിചാരിക്കുന്ന സൈസ് അല്ല ഫോർച്യൂണർ ടയർ അച്ഛൻ നല്ല വീലും ടയറും കൂടി വരുമ്പോൾ നല്ല സൈസ് ആവും. ഹൈലക്സ് ആയിരുന്നെങ്കിൽ ബാക്കിലോട്ട് കയറ്റിക്കൊണ്ട് വന്നാൽ മതി. അതെ, അപ്പൊ അതുകൊണ്ട് നമുക്കിനി അത് അവിടുന്ന് എറണാകുളത്ത് നിന്ന് വല്ല വണ്ടി കയറ്റിക്കൊണ്ട് വരാം. സോ ഇതെല്ലാം നമ്മുടെ സസ്പെൻഷനും അതിന് നെട്ടും ബോൾട്ടും ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതെല്ലാം മേല് സേഫ് ആയിട്ട് വെക്കണം. ആവശ്യം വരും. സോ പിന്നെ അങ്ങോട്ട് എടുത്ത് വെക്കാം. എന്തായാലും ഗൈസ് വണ്ടി കിട്ടില്ല. പിന്നെ വണ്ടിയിൽ അഴുക്കാണ് കേട്ടോ. വണ്ടി കഴുകിയിട്ടൊന്ന് കാണിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മൾ ഇനി എന്തായാലും കഴുകും. കാരണം നാളെ പെയിന്റിന്റെ വർക്ക് കൂടി കഴിയുമ്പോൾ വീണ്ടും കഴുകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കഴിവില്ല. നമ്മുടെ ബോഡിയോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ടയർ കണ്ടോ കറക്റ്റ് നമ്മളെ തള്ളിയൊന്നും നിൽപ്പൂല. ടയർ കറക്റ്റ് അതേപോലെയാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ടയർ കാണുമ്പോൾ ഒരു മാസീവ് ലുക്ക് കാണും. അതാ ടയറിന്റെ ഗ്രിപ്പാ. ഓടിച്ചു ഇവിടുന്ന് നമ്മള് കാരണം ഞാൻ 400 കിലോമീറ്റർ നമ്മൾ അങ്ങോട്ട് ഓടിച്ചോണ്ട് പോയോണ്ട് തന്നെ എനിക്ക് ആ ഫീല് നമുക്ക് കറക്റ്റ് കിട്ടും. കാരണം നമ്മളെ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഈ വണ്ടിയിൽ ഉപയോഗിക്കുന്നത്. കാരണം ഇത് നമ്മൾ ഇവിടുന്ന് കോട്ടയം പോയി, കോട്ടയം നമ്മൾ രാജാക്കാട് പോയി, രാജാക്കാട് നിന്ന് എറണാകുളം വന്ന് മൊത്തത്തിൽ 440 കിലോമീറ്റർ നമ്മൾ അപ്പം തന്നെ ഓടി. അപ്പൊ 440 കിലോമീറ്റർ നമ്മൾ സ്റ്റോക്കിൽ ഓടിയിട്ട് പെട്ടെന്ന് സസ്പെൻഷൻ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ട്രിവാൻഡ്രം വരെ ഓടുമ്പോൾ കറക്റ്റ് നമുക്ക് അതിന്റെ ഒരു പെർഫോമൻസ് കിട്ടും. നമ്മളൊരു ഈ കട്ടിംഗ് റോഡൊക്കെ വരുമ്പം ഒരു പ്രശ്നമേ ഇല്ല വണ്ടി. ഇല്ല നേരത്തെ ആണെങ്കിൽ ഒരു കട്ടിങ് ഒരു ബോഡി ഒരു ഒലച്ച്. എന്തായാലും ഞാൻ ഇത്രയും നമ്മള് എഫേർട്ട് എടുത്ത് നമ്മൾ സാധനമൊക്കെ വരുത്തി ചെയ്തത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. വിയർക്കുന്നല്ലേ ഏട്ടനും വിയർക്കുവാ. അതെ, നിങ്ങൾ മൂന്നാറോ വാഗമണോ എങ്ങും പോകരുത്. വീട്ടിലൊരു AC വാങ്ങിച്ചു വെച്ചിട്ട് വീട്ടിൽ ഇരിക്കുക കേട്ടോ. റൂമിൽ ഇരിക്കുക. നമ്മൾ ഇന്നലെ റൂമിൽ ഇരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോ അല്ലെ ബാത്റൂമിലോട്ട് കയറിയപ്പോ എന്ത് ചൂടായിരുന്നു. ഇപ്പോഴത്തെ ചൂടിലെ ഗൈസ് മൂന്നാറ് പോയിട്ടോ വാഗമണ്ണ് പോയിട്ടോ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ. ഒട്ടുക്കത്തെ ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാ. നിന്റെ മോന്തോ പോയി കേട്ടോ. പിന്നെ വേറെ വണ്ടി ഒന്നും വരാത്തോണ്ട് ടെൻഷൻ അടിക്കണ്ട. എന്നാലും പട്ടികളുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ കൺമുന്നിൽ തന്നെ ഉള്ളതുകൊണ്ട് പ്രശ്നം. അമ്പുവേ ഇങ്ങ് വാ. അത് ചെരുപ്പില്ലാതെ നിൽക്കുന്നു. ചെരുപ്പിട്ട് കൊടുത്താൽ ഇച്ചിരുന്ന് ചെരുപ്പിൽ തട്ടി വീഴും. റോഡിന് എന്താ ചൂടാന്നറിയോ? നീ ഒന്ന് ചെരുപ്പ് ഊരിട്ട് നിന്ന് നോക്കിയേ. ബാ എടുത്ത വെച്ച് തീർന്ന്. വെയിറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. 2 പെട്ടിക്ക് വെയിറ്റ് ഉണ്ട്. ആണോ ഗൈസ്? രാവിലെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തന്നെ എന്ത് ചന്തമെന്നറിയോ. ഞാൻ ചുമ്മാ രാവിലെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ നോക്കി ഒരു ഹാപ്പിനെസ് ആണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വെറുതെ വണ്ടി കണ്ടോണ്ടിരിക്കുക. വണ്ടി ഭ്രാന്തന്മാർക്ക് മാത്രമേ ഹാപ്പിനെസ്. അല്ല അതല്ല, ഞാൻ വണ്ടി എടുത്താൽ പോലും ഫോർച്യൂണർ എടുത്തിട്ട് 1 കൊല്ലം ആയല്ലോ. നമ്മളിപ്പോ 1 കൊല്ലം ഇപ്പൊ ഇൻഷുറൻസ് നമ്മളിപ്പോ പുതിയത് എടുത്തതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാറുണ്ട് ഒരു പുതിയ ഫോർച്യൂണർ ഒക്കെ പോകുമ്പോ. ഇപ്പോഴും ആ വണ്ടിയോട് ക്രേസ് പോയിട്ടില്ല. സത്യം ഈ വണ്ടിയോട് അത്ര ഇഷ്ടമാണ് ഗൈസ്. കൈയുടെ മുട്ട് മുറിഞ്ഞ് ഇന്നലെ വീണാണ് പഠിക്കണ. നീ പിന്നെ ആദ്യമേ എണീറ്റങ്ങ് ഒളിമ്പിക്സ് ഓട്ടമായിരുന്നോ? അല്ലല്ലോ. കൊച്ചു വീഴുമ്പോ നീ വഴക്ക് പറയുന്നത് ഞാൻ കാണല്ലേ. പിന്നെ ഗൈസ് നമ്മളെ ഈ മാർക്കറ്റിലുള്ള വീൽസ് ഇഷ്ടം പോലെ നമുക്ക് ഒരു 80,000 രൂപയ്ക്കും 1,00,000 രൂപയ്ക്കും ഒക്കെ ഫോർച്യൂണറിന് വീല് കിട്ടും. ഞാൻ പറയണ നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ വീൽസ് ഒന്നും വാങ്ങിച്ചിട്ടല്ലേ. ഇപ്പൊ കുറെ ബ്രാൻഡ് ഉണ്ട്, നല്ല ബ്രാൻഡ്, ലെൻസോ, ഫ്യൂല്, അങ്ങനത്തെ കുറെ ബ്രാൻഡ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഇത്തിരി കോസ്റ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ആകെപ്പാടെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് ഈ ടയറും വീലും തറയില്. ആ സാധനമാണ് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് വെക്കേണ്ടത്. നിങ്ങളൊന്നും ആരും നമ്മൾ ഹൈവേ 100-ലൊക്കെ ക്രൂസ് ചെയ്ത് പോവാ, ഈ വീലിൽ നമ്മൾ ഇടുന്ന വീല എന്തെങ്കിലുമൊക്കെ എന്തോ ചെയ്യും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ടയറും വീലും നമ്മൾ ക്യാഷ് സത്യം പറയാൻ നോക്കരുത്. അത്യാവശ്യം നല്ലത് തന്നെ വാങ്ങിച്ചിടുക. ടയറാണെങ്കിലും വീലായാലും നമ്മൾ ചവിട്ടിയാൽ ബ്രേക്ക് ചെയ്താൽ നല്ലോണം നിൽക്കണം, നല്ല ഗ്രിപ്പ് കിട്ടണം, വണ്ടി കുറേ നാൾ നമുക്ക് ഡ്യൂറബിലിറ്റി കിട്ടണം. പിന്നെ അപ്പം ടയറിലും വീലിലും നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യരുത്. വൈറ്റ് വണ്ടി ആയതുകൊണ്ട് ബ്ലാക്ക് ആയിരിക്കും എറുപ്പ്. പിന്നെ ഇതിന്റെ തന്നെ വേറെ കളറുണ്ട്, സിൽവർ ഉണ്ട്, പിന്നെ മറ്റേ ഗോൾഡൻ ബ്രോൺസ് കളറുണ്ട്, അങ്ങനത്തെ കുറെ കളറുണ്ട്. ബ്രോൺസ് കളർ ഞാൻ ജിമിനിക്കകത്ത് ഇട്ടൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് രസമായിട്ട് എനിക്ക് തോന്നിയത്. സോ നിങ്ങൾ കമന്റ് ചെയ്യുക എങ്ങനെയുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇത് നമ്മളൊരു സിനിമയൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, പള്ളിച്ചട്ടമ്പി. കറണ്ട് ഇല്ല, രാവിലെ പോയ കാണണ്ട ചൂട്. നമ്മള് ചുമ്മാ നിൽക്കുമ്പോഴേ വിയർക്കുന്നു. എന്നക്കറിയ കത്തിലേക്ക് കളമ്പാ இங்க தமிழ்நாட்டு காடியே கல்யாணம் பண்றதுக்கு கத்தி அழைக்க குழம்பு, டொமாட்டோ ரைஸ் ഇതെല്ലാമേ സാപ്പിടുന്നത്. സത്യം രാവിലെ കറിക്കുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പോയി. കറണ്ട് ഇപ്പോഴാണ് വന്ന കേസ്. ഭയങ്കര ചട്ടമ്പിത്തരമായിരുന്നു അമ്പൂട്ട ലാസ്റ്റ് നല്ല ഉറങ്ങി കേട്ടോ. സുഖമായി തൂங்குറേ. കൈ ഇങ്ങനെ എവിടെയെങ്കിലും വെക്കണം, കാരണം നമ്മളെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫീൽ ആശാനെ കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങത്തില്ല. നമുക്ക് നല്ല ഷാർജ അടിക്കാൻ പറ്റില്ലേ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും തണുത്ത് കുടിച്ചോളാൻ വയ്യ. നല്ല ഷാർജ ഷേക്ക്. കട്ടിപ്പോയില്ല. ഇല്ല കട്ടിയുണ്ട് സെറ്റ്. നമ്മൾ പാലൊക്കെ സ്റ്റോക്കാ. പഴം ഉണ്ടല്ലോ എടീ,
ഞാൻ ഷേക്ക് അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പഴമാണ്. ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എന്ത് ചൂടാ ഗൈസ്, എൻ്റെ പൊന്നോ. നമുക്ക് ഷാർജയ്ക്ക് വേണ്ട ഐറ്റംസ് എടുക്കാം. കത്രിക്ക കറി, തേങ്ങ അരച്ച കത്രിക്ക കറി. ചോറില്ല, പക്ഷെ കത്രിക്ക കറി മാത്രമേ ഉള്ളൂ. ഇനി ചോറ് ഇനി വെക്കണം. അയ്യോ, അടി അടി അടിക്കാൻ കൊണ്ട് ശക്തി പോരാ. നമ്മൾ കണ്ട പാല് നല്ല കുത്തി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എടി ഇത് ഫ്രീസായിട്ടോ, ഇത് അരയോന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആ 10 ഗ്രാമിന് 57 കലോറിയേ ഉള്ളൂ. ആ ഇത് 10 ഗ്രാം അടുപ്പിച്ചോറും കാണത്തില്ല. പഴം അത് ഷാർജ ഉണ്ടാക്കാൻ എന്തൊരു സിമ്പിളല്ലേ. പണ്ട് ട്യൂഷൻ സെന്ററിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഷാർജ ഷേക്കും മുട്ട പപ്സും അതാണ് നമ്മൾ അന്ന്. ഞാനൊക്കെ കഴിക്കുമ്പോൾ 20-25 രൂപ 30 രൂപ മാക്സിമം ഷാർജയ്ക്ക്. അതും വില കുറഞ്ഞ് ഷാർജ കിട്ടുന്ന സ്ഥലം കൊണ്ട് 20 രൂപയ്ക്ക് 25 രൂപയ്ക്ക് കിട്ടും. അടിപൊളി. അതെ അതെ, ഒരു കവർ കൂടി അടിയാം. നമ്മൾ പഞ്ചാര ഇട്ടില്ല കേട്ടോ. അതിനോട് കുറച്ച് മധുരം കുറവുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ പഞ്ചാര വേണ്ട, ആൾറെഡി ഇതിന് ഷുഗർ ഉണ്ട്. കുറച്ച് മേളിൽ നമുക്ക് ഇതിനുമ്പോ സെറ്റാവും. മറ്റേനെ കൂടി മോഡൽ നിന്നെ കൊണ്ട് അതിനൊക്കെ പറ്റുമോ? ലവ് ഒക്കെ പോലെ വരയ്ക്കാൻ അത്ര നീ ആര് നീ? അതിന് മറ്റേ മിശ്രം മറ്റേ ഇത് വേണം, മറ്റേ അച്ചുണ്ട് കുറച്ച് കൂടി അത് നിറഞ്ഞിരിക്കും. അത് കറണ്ടും പോയി. എന്തായി ശരി, ഏതായി ശരി. സത്യം ഞാൻ പറഞ്ഞതിനടുത്ത് ഇനി ലേറ്റ് ആയിരുന്ന പെട്ടുപോകുന്നു. കഴിച്ചപ്പോ ഷാർജ റെഡി. പാതി കുടിച്ചു കേട്ടോ നമ്മള്. സത്യം ഇപ്പൊ ചായയും കോഫിയും ഒന്നും കുടിക്കായിരിക്കും നല്ലത്. ചൂട് ജ്യൂസ് ഷേക്കും അത്ര ബെറ്റർ എന്ന് പറഞ്ഞാൽ, പിന്നെ പാലും പഴമാണ്, ഷുഗറൊന്നും ഇടാതെ മധുരം കോംപ്രമൈസ് ചെയ്ത്. ബൂസ്റ്റും നല്ലതല്ല, എന്നാലും വല്ലപ്പോഴും കുഴപ്പമില്ല. കരിക്ക് ഫ്രിഡ്ജിൽ വെച്ച് കരിക്ക് ഷേക്ക് ഉണ്ടാക്കണം. അടിപൊളിയായി, അടിപൊളിയാടാ. എടാ അമ്പു, നീ ഒരു കാടി പറഞ്ഞു. നീ ഉറങ്ങിയപ്പോ നമ്മള് ഷാർജ ഷേക്ക് അടിച്ച് കുടിച്ച്. അമ്പു നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഗൈസ്, നമ്മള് പള്ളിച്ചട്ടമ്പി കാണാൻ വേണ്ടി പോയോ. ടൊമിനോ തോമസ് ആ നടിയുടെ പേരെന്ന് വരുന്നത് പള്ളിച്ചട്ടമ്പി. കണ്ടിട്ട് എങ്ങനെ ഉണ്ടോ നോക്കാം ഗൈസ്. ബാ ലെറ്റ്സ് ഗോ. നമുക്ക് ഇന്ന് കൊറേ പടം ഇറങ്ങിയോ? ഏതൊക്കെ പടം ഇറങ്ങി നടത്തി. ഇവന് ഫ്രണ്ട് ഇരിക്കാനുണ്ടോ, വണ്ടി ഓടിക്കാനാണ്, അങ്ങനെ തരത്തില്ല. നീ വലുതായിട്ട് 18 വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് എഴുതിട്ട് വണ്ടി ഓടിച്ചാൽ മതി. പടം ഹാഫ് ടൈം ആയി ഗൈസ്. എങ്ങനെയുണ്ട് പടം? നീ അടുത്ത സമയത്തൊന്നും ഹാഫ് ടൈം ഒരു വകയ്ക്കുള്ളതില്ല കേട്ടോ. ഞാൻ ഇത്രയും കൂറപ്പടം ഈ അടുത്ത സമയത്തൊന്നും കണ്ടിട്ടില്ല. ഈ ഡയറക്ഷൻ ചെയ്ത് എന്ത് നരേഷനാണ് കഥ, എന്തോ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് ഒരു ഇല്ല. അത് ഭയങ്കര ബോറായിട്ടാ നരേറ്റ് ചെയ്യുന്ന ആരെ കഥ ഇല്ലേ. എവനാരാ പള്ളിച്ചട്ടമ്പിയോ? ഒരു പടോടെ ഇത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അങ്ങനെ ഇത് തീരുന്നതിന് മുന്നേ ഞാൻ ചാടി ഇറങ്ങി ഇറക്കിലൊക്കെ താത്ത്. ഞാൻ ടോവിനോട് ഇത്രയും ഒരു മോശപ്പെടാൻ ഞാൻ തിയേറ്ററിൽ ഒന്നും കണ്ടിട്ടില്ല തോന്നുന്നു. ഒന്നി ഫൈറ്റ് കൊള്ളാവണം, അല്ലെങ്കിൽ പാട്ട് കൊള്ളാം. ആ ഒരു പാട്ട് അതെ അതെ. എനിക്കൊരു അതെ ഒരു പൃഥ്വിരാജ് ഉണ്ട്. അപ്പൊ എനിക്കൊരു സത്യം പറഞ്ഞ എനിക്ക് പടം ഒരു ബിലോ ആവറേജ് ആയിട്ടാ ഫീൽ ചെയ്തത് അല്ലേ. ഇതാണ് കൊഴിയാള. അടിപൊളി മീനാണ്. നല്ല പുളിമുളകിട്ട് വെക്കാനും വറുക്കാനും അടിപൊളിയാണ്. പാത്രം കഴുകാൻ ഒരു ലോഡുണ്ടല്ലോ. നാളെ കുറച്ച് സാലാഡ് മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ ഇതണ്ടേ നമ്മുടെ കുക്കുംബർ ഉപ്പിലിട്ടത്. പിന്നെ ഇതെന്തോന്ന് ഇത് കണ്ടോടാ, ഒലിവിനകത്ത് ക്യാരറ്റ് കുത്തി കയറ്റി വെച്ചേക്കുന്നു. ഒരെണ്ണടുത്ത് കഴിച്ചേ. ഇത് ആരായി മെനക്കെട്ടിരുന്ന് ഇതിനകത്ത് കുത്തി കയറ്റി വെക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒലിവിനകത്ത് ഭയങ്കര പുളിയായിരിക്കും. നോക്ക് എന്തായാലും മെനക്കെട്ട് കുത്തി കയറ്റി വെക്കണ്ടേ.
അതേ ഷേപ്പിൽ അരിഞ്ഞ് അത് ആ ഒരു സ്പെഷ്യലി എല്ലാവർക്കും. ഈ മൃദുലയ്ക്ക് ഒരു വലിയ അബദ്ധം പറ്റി ഗൈസ്. കഴിഞ്ഞ വട്ടം ലുലുമാളിൽ പോയപ്പോഴേ ഈ പൊങ്കാല ഇടുന്ന അരി, ചോറ് വയ്ക്കുന്ന അരിയാന്ന് പറഞ്ഞ് 5 കിലോ വാങ്ങി. പായസം എനിക്ക് പറ്റിയ അബദ്ധോ ഏട്ടന് പറ്റിയ നമുക്ക് 2 പേർക്കും കൂടി ചെറുതായിട്ട് പറ്റിയായിരുന്നു. ഞാൻ അരി വാങ്ങി അവിടെ ഞാൻ ആ ചേട്ടൻ ചെമ്പാവരി എന്നാ പറഞ്ഞേ. ഏട്ടൻ ഡയറക്റ്റ് എന്നിട്ട് പറഞ്ഞു ചെമ്പാവരി തരാൻ. അപ്പൊ ആ ചേട്ടൻ ചോദിച്ചു ചെറിയ ചെമ്പാവരിയാന്ന് പറഞ്ഞു. ആന്ന് പറഞ്ഞ് പായസം പൊങ്കാല അതിന് എന്ത് ചെയ്യും നമ്മള്? 2 വട്ടം ഞാൻ വെച്ച് 2 വട്ടം വെന്ത് പോയി. പിന്നെ ഞാൻ അറിഞ്ഞു അത് പായസത്തിന്റെ അരിയാണ്. ടേസ്റ്റും ഇല്ല, ചോറായിട്ട് തിന്നാ ഒരു ടേസ്റ്റും ഇല്ല, തിന്നുന്ന പോലെ. പായസം വയ്ക്കുന്നത് അങ്ങനത്തെ വലിയ അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കുമല്ലേ നമ്മള്, ജീവിതം പഠിക്കുന്നല്ലേ ഉള്ളൂ. അതെ, പഠിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. നൈറ്റ് ഓംപ്ലേറ്റ് ഉണ്ട്. ഓ അടിപൊളി മീൻ വറുത്തതുണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ചോറൊക്കെ നമ്മൾ നൈറ്റാണ് കൈസ് വെക്കുന്നത്. നൈറ്റ് കഴിക്കാൻ നല്ല അടിപൊളി തീയല് പ്ലസ് നല്ല പപ്പടം, നല്ല അടിപൊളി മീൻ. മീനും കൂടി എടുത്ത് അങ്ങോട്ട് വെച്ച് അടിപൊളി കറി, അടിപൊളി മീൻ വറുത്തതും. മീൻ കറക്റ്റ് കുക്ക് കേട്ടോ, ഭയങ്കര സോഫ്റ്റ്. Ready? അങ്ങോട്ട് ഇപ്പൊ 2 പറയും 3 പറയും. 3 അതെ. ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ 1 2 3 പറയും കേട്ടോ. അതുകൊണ്ട് 2 പറയും 3 പറയും, 1 പറയത്തില്ല. വീണോ? അപ്പൊ എന്തായാലും ഗൈസ് കിടന്ന് ഉറങ്ങട്ടെ. അതെ, ബൈ ഗൈസ്, ലവ് യു. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അപ്പൊ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ. ഓഹോ എന്തുവാടി ഇത്? Ready 1 2 3.